ഗുഡ് മോർണിംഗ് ഗായ്സ്. ആൻഡ് ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വോയിസ് ഓവർ കൊടുത്ത് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ഞാൻ എണീക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആക്ച്വലി ഞാൻ ഒന്ന് എണീറ്റിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുകൂടെ കിടന്ന് എണീറ്റതാണ്. എങ്കിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം രാവിലെ എണീറ്റിരുന്ന് ഒന്ന് ബോധം വരണമെങ്കിൽ ഒരു ടൈം എടുക്കുമല്ലോ. അത് കഴിഞ്ഞ് ഫോണിലാണ് സാധാരണ ഞാൻ നോക്കാറ്. അപ്പോൾ ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ലാപ്പിൽ ഞാൻ സമയം നോക്കും. അതുപോലെ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, ഇങ്ങനെ തന്നെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് എൻ്റെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു മടക്കി വെക്കാനായിട്ട്. അപ്പോൾ അതിലേക്കുള്ള കാര്യത്തിലേക്കാണ് പിന്നെ കിടക്കുന്നത്. ഡ്രസ്സും കാര്യങ്ങളെല്ലാം മടക്കി വെച്ച ശേഷം ഞാൻ എൻ്റെ ബെഡൊന്ന് ക്ലീൻ ആക്കിയിടും. അത് എല്ലാ ദിവസമൊന്നും ഇല്ല, ലീവുള്ള ദിവസങ്ങളിൽ മാത്രം. കാരണം ഇല്ലെങ്കിൽ രാവിലെ ഒന്നും നമുക്ക് ടൈമൊന്നും കിട്ടാറില്ല. അപ്പം അങ്ങനെ ബെഡും കാര്യങ്ങളെല്ലാം കറക്റ്റാക്കി എല്ലാം അടിപൊളിയാക്കി വൃത്തിയാക്കിയിട്ട ശേഷം അപ്പോൾ നമുക്കുണ്ടല്ലോ ഒരു എന്താ പറയുക, ഒരു സന്തോഷവും സമാധാനവും വീട്ടിൽ കയറി വരുമ്പോഴേ നമുക്കൊരു ജോലി എടുക്കാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ മാക്സിമം ബെഡൊക്കെ ക്ലീൻ ചെയ്തിടാൻ തന്നെ നോക്കും കേട്ടോ. ഇനി നമുക്ക് ജിമ്മിൽ പോകണം. ജിമ്മിൽ പോകണമെങ്കിൽ നമുക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ഇപ്പോൾ ജർമ്മനിയിലെ കാലാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പായി തുടങ്ങി. അപ്പോൾ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നിങ്ങളീ കാണുന്നത്. എവിടെ എത്തി എന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കില്ല കേട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഡ്രസ്സ് മാറാനൊന്നുമില്ല, ജസ്റ്റ് ഈ ജാക്കറ്റ് ഒരു കളയാ, പാൻറ് ഒരു കളയാ. അടിയിൽ ഓൾറെഡി ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പം അതിട്ട് തന്നെ എനിക്കും കളിക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ക്ലിയർ ആക്കട്ടെ. ഷൂ പോയി, നമുക്ക് അതിന് സെപ്പറേറ്റ് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഇതെല്ലാം നമ്മൾ അടുക്കി പറക്കി ബാഗിൽ കയറ്റി വെക്കണം. കുപ്പി ബാഗിൽ നിന്ന് എടുക്കണം. എത്ര ഉള്ളു പരിപാടി. അത് കഴിഞ്ഞ് ഇറങ്ങും. പിന്നെ നമ്മുടെ ലെഗ് ഡേ പ്ലസ് ജിമ്മിൽ വരുമ്പോൾ എപ്പോഴും ഞങ്ങൾ അടിയിൽ ഡ്രസ്സ് ഇട്ടിട്ടോ വരുള്ളൂ. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരെ പോവാണ് ജിമ്മിൽ കളിക്കാനായിട്ട്. യെസ്, ഇനി വെള്ളം പിടിക്കണം. ഇനി കുറച്ച് വാമപ്പായിരിക്കും. വാമപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എപ്പോഴും തന്നെ വെള്ളം കുടിച്ചിട്ടാട്ടോ വാമപ്പ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എനിക്കറിയില്ല, എപ്പോഴും ദാഹമായിരിക്കും. അതുമല്ല ഈ വെള്ളത്തിന് കുറച്ച് മധുരമൊക്കെ ഉള്ളൊരു വെള്ളമാണ് കേട്ടോ. എന്തോ മൾട്ടി വിറ്റാമിൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കാലൊക്കെ നോക്കുകയാണ്, എല്ലാവരായിട്ടൊന്നുമില്ല എങ്കിലും. ഇനി നമ്മൾ പയ്യെ വാമപ്പിലേക്ക് തുടങ്ങും. ഞാൻ എപ്പോഴും വാമപ്പ് കുറേയൊക്കെ കാണിക്കുന്നതാണ് ജിം വ്ലോഗിലൊക്കെ. അപ്പോൾ ഒത്തിരി ഇതായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ആകെ 2-3 മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ലെഗിനും നമ്മൾ വാമപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴും എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊരു സപ്പോർട്ട് വേണം. കാരണം എനിക്ക് ലെഗിന് കളിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ട് കളിക്കും. ലെഗാണ് എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി എന്താ പറയുക എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാവുന്നത്. ഇതിൻ്റെ പൊസിഷനോ കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും മാറിപ്പോട്ടോ. അപ്പോൾ എപ്പോഴും എനിക്കൊരു സപ്പോർട്ട് വേണം. ആൻഡ് എപ്പോഴും കറക്റ്റൊന്നും അല്ല എങ്കിലും നമ്മൾ കളിക്കും. ആൻഡ് ഇതിപ്പോൾ ഞാൻ വെയിറ്റ് കൂട്ടിയിട്ടിട്ട് ഇത് 6 കിലോ മറ്റെങ്ങാണ്ടായിരുന്നു എന്ന് തോന്നണു. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. 4 എടുത്തുകൊണ്ടിരുന്നത്, 4 6 ആക്കി കളിച്ചാണ്. അങ്ങനെ പയ്യെ ഇങ്ങനത്തെ ഉള്ള കളികൾ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞു തരാനായിട്ട്. അപ്പം നമ്മൾ അന്ന് കളിച്ചത് ഷോൾഡറിനും അതുപോലെ ലെഗിനും എങ്ങാണ്ടാണ്. അത് വേറെ എന്തെങ്കിലും കളിച്ചായിരുന്നു, മറന്നുപോയി. സമയം കിട്ടിയില്ല. മെയിൻലി ശനിയാഴ്ച ദിവസം ആകുമ്പോൾ നമുക്ക് സമയം കിട്ടലില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോൾഡറിനും ലെഗിനും ഒക്കെ കളിച്ച് പയ്യെ ജിമ്മിൽ നിന്ന് വിട വാങ്ങുന്നുണ്ട്. ഒത്തിരി ഇതൊന്നും വീഡിയോസൊന്നും ആണെങ്കിലും ഞാൻ എടുത്തിട്ടില്ല ജിമ്മിലെ. കാരണം എനിക്ക് ലെഗിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല.
അപ്പം അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല. പൊതുവേ എല്ലാം തന്നെ കാണിക്കുന്നതാണ്. പിന്നെ എനിക്കെന്തോ തോന്നി ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, അപ്പോൾ കുറച്ച് ജിമ്മിൽ കളിക്കുന്നതാണെങ്കിലും ആഡ് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ കുറച്ച് എടുത്തേക്കുന്ന വിറ്റുകൾ മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ആയിട്ടൊന്നും ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എത്ര റേറ്റ് ജിമ്മിൽ എന്ന് ഉള്ളത്. എനിക്ക് മന്ത്ലി 40 യൂറോ, 39.99 വരുന്നത്. 40 യൂറോ ആണ് മന്ത്ലി വരുന്നത്, 4000 ഉള്ളിൽ. അത്രയാണ് മന്ത്ലി റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സ്ട്രാ ഒരു 5 യൂറോയും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗന ഉണ്ട്, അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്കിവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ കോഫി ഫ്രീ ആണ്, അതുപോലെ വെള്ളം ഫ്രീ ആണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ജിമ്മും ആണ് കേട്ടോ. പേഴ്സണൽ ട്രെയിനറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവരെ വിളിക്കാം, അവരുണ്ട്. അപ്പുറം എങ്ങാണ്ട് മുറിയിലെങ്ങാണ്ട് ഇരിക്കുന്നുണ്ട്. ആ ക്ലോക്ക് കണ്ടോ, സമയം എഴുതി കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ അവിടെ ഒരു മുറിയുണ്ട്. ആ മുറിയിൽ അവർ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. എനിക്ക് ഫസ്റ്റ്ലി ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്കാരൻ എനിക്ക് കാർഡിയോ ആണ് ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തപ്പോൾ. ഞാൻ അതിന് മുന്നേ നാട്ടിലൊരു 1 മന്തോ 2 മന്ത്സോളം ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു അറിവും പിന്നെ നന്ദു ഉള്ളതുകൊണ്ട് ആ ഒരു ഇതും വെച്ചിട്ട് ഞാൻ സോ ഗൈസ് നമ്മളിപ്പോൾ ജിമ്മിൽ പോയിട്ടിറങ്ങി. കുറേയൊക്കെ വോയിസ് ഓവറാണ് ചെയ്തത്. ആൻഡ് ഇതുവരെയും നന്ദുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം. ഞാൻ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുക്കാം. കാരണം വെറൈറ്റി ഓഫ് എന്താ പറയുക, നന്ദുവിൻ്റെ എഡിറ്റിങ് കിട്ടില്ലാണ്, ഒരു രക്ഷയില്ലാത്ത അടിപൊളി എഡിറ്റിംഗ് ആണ്. ഞാനൊക്കെ ചുമ്മാ കാളുമ്പോഴും അവിടെ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്ത് ജസ്റ്റ് പോസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. നന്ദു അങ്ങനെയല്ല, നന്ദു റിയലി സീരിയസ്ലി പറഞ്ഞത്, നന്ദു നല്ല പാഷനേറ്റ് ആയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ 1 മാസം എടുത്താൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യത്തുള്ളൂ. ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട് 1 വർഷമാകും. അതല്ല, ഒരു ദിവസം ജിമ്മിൽ പോകുന്ന വീഡിയോ എടുക്കുമെന്ന് വെക്കാം. ഇന്ന് ജിമ്മിൽ പോണത്, നാളെ ജിമ്മിൽ പോണത്, അങ്ങനെ ആ ഒരു 10 മാസത്തെ സത്യമാണ്. അപ്പോൾ എനിവേ, ജർമ്മനിയിൽ ട്രിപ്പം നമ്മൾ ഡോയ്ഷ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ജർമ്മനിയുടെ വെതറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓഫ് ഡോയ്ഷ് ഗെസാർട്ട് ഷൈസ്. രാവിലെ കോപ്പിലെ തണുപ്പായിരുന്നു, ഇപ്പോൾ ഒടുക്കത്ത് ചൂടായി. ജാക്കറ്റ് കൊണ്ട് ഇറങ്ങി നമ്മളാരായി ഇപ്പം. യെസ്, അപ്പം നന്ദുവിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഡോണർ വാങ്ങിച്ചു തരും. നന്ദുവിനെ 2 വാക്ക് പുകഴ്ത്തി പറഞ്ഞതിന്. അതിനുശേഷം നമ്മൾ നേരെ ബസ് കയറി അൽഫൽഡ് പോവും. എൻ്റെ നെറ്റോന്ന് സാധനം വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പറക്കും. അപ്പം നമുക്ക് ഡോണർ കഴിക്കാൻ നിർത്തിക്കോണോ. നിനക്ക് എന്താണ് ഈ സുപ്രഭാതത്തിൽ പറയാനായിട്ടുള്ളത്? നോക്ക്, ഞാൻ ജാക്കറ്റ് ഊരിയപ്പോഴത്തേക്കും കാറ്റടിക്കുന്നത്. ആക്ച്വലി എന്താണ് പറയാനുള്ളത് ചേട്ടാ? എന്താ പറയണ്ടേ? എന്നെ കുറിച്ച് പറ. എന്നെ കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. എന്നാലും ഞാൻ കായ്സ്, നിങ്ങൾ കേട്ടോളൂ. നന്ദു, ഞാൻ നന്ദു ഇപ്പം എത്ര നാളത്തെ പരിചയമുണ്ട്? തിരിച്ചോ, എത്ര നാളത്തെ പരിചയമുണ്ട് നന്ദു നമ്മൾ തമ്മിൽ? എന്നാലും പറ. 10 വർഷത്തെ പരിചയോ? 7, 8 വർഷം, 9, 10, 11, 12, 13 വർഷം, 24, 9 വർഷത്തെ പരിചയമുള്ളൂ. ചുമ്മാ അറിയാം. 9 വർഷത്തെ പരിചയത്തിൽ സാക്മ വിട്ട് എന്നെ പറ്റി പറ. ലൈക്ക് നീ അന്ന് 7ാം ക്ലാസ്സിൽ വെച്ച് കണ്ട കുഞ്ഞു കുട്ടികളിൽ നിന്നും ഈ വലിയ കുട്ടികളിലേക്കുള്ള മാറ്റം പറ. പണ്ടത്തെ നീയായിരുന്നു നല്ലത്. പണ്ടത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കണ? അതിന് പറയണ്ടോ? എനിക്കറിയില്ല. എന്നാലും എനിക്ക് സീരിയസ്ലി പറ, തമാശ കളിക്കില്ല. തമാശ കളിക്കില്ല എന്തോ. ഞാൻ എപ്പോഴും സിഗരറ്റ് വലിച്ചെന്തോ, കഞ്ചാവ് വലിക്കും, പിന്നെ കള്ളു കുടിക്കും. അടുത്തത് ഡോണറിനെ കുറിച്ച് പറയാം. എന്നെ പറ്റി പറ. ഡോണർ നല്ലൊരു വിഭവമാണ്. ഡോണർ ഒത്തിരി ചിക്കനുള്ള ഒരു വിഭവമാണ്. തുർക്കിക്കാരുടെ മെയിൻ വിഭവം. അങ്ങനെ നമ്മുടെ ഡോണർ ബോക്സ് കിട്ടിയില്ല. നന്ദു കൊക്കയിലാണെന്ന് പറഞ്ഞത്, അത് മിക്സഡ് സോസാണ്. ഞാൻ സസക്കിയാണ് പറഞ്ഞത്. മിക്സഡ് സോസ്, മിക്സഡ് ആയിട്ടുള്ള എല്ലാ സോസും കൂടെ മിക്സ് ആയിട്ട് തരും.
ആൻഡ് എൻ്റെത് സസക്കിയാണ്. സസക്കി ഞാൻ കഴിക്കില്ലായിരുന്നു, പക്ഷേ ഇന്നലെ മുതൽ ഞാൻ സസക്കി ആരാധികയായിട്ടുണ്ട് നന്ദു കാരണം. സോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ കഴിച്ച് നോക്കട്ടെ. ഇച്ചിരി ചിക്കനും ഫ്രഞ്ച് ഫ്രൈസൊക്കെ അടിയിലാണ്. ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഈ സോസും ഇത് നമുക്ക് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം. നല്ലതാണോ? പക്ഷെ നമ്മൾ ഇന്നലെ കഴിച്ച സസക്കി ഇല്ലേ, അത് നോട്ടിയുള്ളൂ. ഇത് ഇച്ചിരി പുളിയുണ്ട്, ലൈക്ക് തൈരിൻ്റെ ഇച്ചിരിയുടെ പുളി ഉള്ള കൊള്ളാം. ഇവിടുത്തെ ഒരു മെയിൻ ഭക്ഷണമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ബോക്സാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. നമ്മുടെ ഷവർമയൊക്കെ പോലെ അല്ലേ, അതിൻ്റെ റാപ്പ് കിട്ടും. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങാൻ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാം എത്രത്തോളം ചിക്കനും അതും മീറ്റും അതും ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്തേക്കുന്നതെന്ന് കേട്ടോ. ജിമ്മിൽ പോകുന്നവർക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവും ഇല്ലെന്നത്. ഇപ്പം നമുക്കിവിടെ മാസം 40 രൂപ എടുത്ത് വന്നുകൊണ്ടിരുന്നത് നമുക്കിപ്പോൾ എത്രയും മാസം ആഴ്ചയിൽ 90 യൂറോ 100 യൂറോ അടുത്തായി. 40 50 രൂപ വന്നുകൊണ്ടിരുന്നതാണ് 90 100 യൂറോ അടുത്തായി. ഇപ്പം ജിമ്മിൽ പോയി നമ്മൾ കറക്റ്റ് ഫുഡും കാര്യങ്ങളെല്ലാം നോക്കി തുടങ്ങി. പിന്നെ കാരണം എല്ലാം കറക്റ്റ് അളവിലെടുക്കുള്ളൂ. ഇപ്പം ഓരോ ദിവസത്തേക്ക് കഴിക്കാൻ ഇത്ര ഗ്രാം എന്നുള്ളതിൽ സാൽമൺ 4 പീസിന് 10 യൂറോ കൊടുക്കണം. ഏകദേശം നാട്ടിൽ 1000 യൂറോ എടുത്ത് ആവുന്നുണ്ട്. 1000 ആവുന്നില്ല എങ്കിലും റൗണ്ട് ചെയ്യുമ്പോൾ പറഞ്ഞാണ് അത്ര ആവുന്നുണ്ട്. അതുപോലെ ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എത്ര ആവുന്നുണ്ട്. സോ പിന്നെ 4 പാക്കറ്റ് മുട്ട, ഒരു ദിവസം 3 മുട്ട വെച്ചെന്നുള്ളൊരു കണക്കിൽ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും അത്ര ആവുന്നുണ്ട്. ചിലവാണ് ഗൈസ് അല്ലേ. ജിമ്മിലും പൈസ കൊടുക്കണം, പിന്നെയും പൈസ കൊടുക്കണം. ഞങ്ങൾ ബാക്കി കണ്ടിന്യൂ ചെയ്ത് ഷോപ്പ് ചെയ്യട്ടെ, കാണിച്ചു തരാം കുറേയൊക്കെ. ഇനി വീട്ടിൽ പോയി ഇത് കടിക്കപ്പെടുക്കണ ഒരു പണിയും ഉണ്ട് ഗൈസ്. ബാക്കി തുടർന്ന് ഞങ്ങൾ ഷോപ്പ് ചെയ്യട്ടെ. അപ്പോൾ ബൈ. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി വന്നൊരു ഹാഫ് ആൻ അവർ നമ്മൾ കിടന്നു. കാരണം ക്ഷീണം ഉണ്ടായിരുന്നു, അതോടെ കിടന്നു. പിന്നെയുള്ള പണികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് എടുത്ത് വയ്ക്കണം, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച്. ഇതൊക്കെയാണ് മെയിൻ പണികൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ ഇവിടെ സെറ്റ് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് കിച്ചൺ ടോട്ടലി ഒരു മെസ്സാണ്. ഇനി ക്ലീൻ ചെയ്യാനുണ്ടും തുടച്ച് പറക്കിയെടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്യണം. അത് ഇന്നും നാളെ ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഡ്യൂട്ടിയാണ് ഇത്തവണ കിച്ചൺ ക്ലീൻ ചെയ്യണമെന്ന് തോന്നുന്നു. ഇത്തവണ ഞാനാണ് കിച്ചൺ ക്ലീനിങ്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കപ്പം നേരെ സാധനങ്ങൾ എടുത്തിരുന്ന ചടങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ എല്ലാം ഇവിടെ നിരത്തി വെക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. എന്നിട്ട് ഏകദേശം എത്ര യൂറോ ആയി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഈ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഒരാഴ്ചത്തേക്ക് വേണ്ടി വാങ്ങിച്ചിട്ടില്ല. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. 2 കവർ പാല്, 1 കവർ എനിക്കും 1 കവർ അവനുമായിട്ട്. പിന്നെ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള യോഗോട്ടാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ യോഗോട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ ഞാൻ സ്മോൾ പാക്കറ്റിലുള്ള ഫ്രൂട്ട് യോഗോട്ടായിരുന്നു ട്രൈ ചെയ്യുന്നത്. ആൻഡ് ഇത് അവന് വേണ്ടി 2 സാധാ തൈര്. പിന്നെ ഇത് അവൻ്റെയാണ്, പക്ഷെ ഞാനും കഴിക്കും. നൂഡിൽസാണ്. ഇത് നമ്മുടെ അരി. ആൻഡ് ഇത് വന്നിട്ട് ബട്ടർ. ഇത് മിക്സഡ് നട്ട്സ്, ഈ കാണുന്ന എല്ലാ നട്ട്സും ഉണ്ടാവും. 200 ഗ്രാമാണ്. പിന്നെ ഇത് വന്നിട്ട് സാൽമൺ. പിന്നെ ഇങ്ങനത്തെ 2 പാക്കറ്റ് ചിക്കൻ. ഇത് മറ്റേ ഓവർഷെങ്കിലാണ്, തുടയുടെ പീസാണിത്. പിന്നെ പഴം 1 2 3 4 എന്തായാലും പറയാമെന്ന് എനിക്കറിയത്തില്ല. 4 പെടലോ അങ്ങനെ എന്തെല്ലാം പറയാം. കവറ് പഴം. പിന്നെ ഒരു കുക്കുംബർ, ഇഞ്ചി, ഇതാണ് ഇവിടുത്തെ ഇഞ്ചി. ആൻഡ് ഇത് കുഞ്ഞുള്ളി. പിന്നെ 2 പാക്കറ്റ് ബ്രെഡ്. 2 പാക്കറ്റ് ബ്രെഡ്. ഇത് ചിക്കൻ്റെ ലെഗ് മാത്രമായിട്ട് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. പിന്നെ ഇതും ചിക്കൻ ബ്രസ്റ്റ് സംതിങ് എന്തോ ആണ്. ഇത് ഓൾറെഡി മാരിനേറ്റഡ് ആണ്. ആൻഡ് ഇത് അവൻ്റെ പോർക്ക്. ഇത് സവോള. ആൻഡ് ഇത്രയും കവറ് മുട്ട. ഒരു ഇതിൻ്റെ അകത്ത് 10 12 എങ്ങാണ്ടുണ്ട്. കറക്റ്റ് എനിക്കറിയില്ല എത്രയാന്ന്.
2, 4, 5, 10 ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് 20 മുട്ട വെച്ചിട്ട് മുട്ട, പിന്നെ ഒരു 2 കിലോൻ്റെ ആപ്പിളിൻ്റെ പാക്കറ്റും. ഇത്രയാണ് നമ്മൾ 1 മന്തിലേക്ക് 1 വീക്കിലേക്ക് വാങ്ങിച്ചിട്ടുള്ളത്. വീക്ക്ലി ബഡ്ജറ്റാണിത്. ഇതിപ്പോൾ 65-64 യൂറോ സംതിങ് എത്ര ആയിട്ടുള്ളൂ. സാധാരണ നമുക്ക് വാങ്ങുമ്പം 99 കാര്യങ്ങളൊക്കെ ആവാറുണ്ട്. എങ്ങനെ കൂടുന്നു എന്നറിയത്തില്ല, അത്ര ആവാറുണ്ട്. പക്ഷെ ഇത്തവണ കുറച്ച് കുറവാണ്, അറിയില്ല. കാരണം ഇത്തവണ നമ്മൾ ടൂണ ഫിഷ് ഒന്നും എടുത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ടൂണ ഫിഷ് എടുക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ ടൂണ ഫിഷും കാര്യങ്ങളൊക്കെ കാര്യം പറഞ്ഞാൽ വീട്ടിലിരിപ്പുണ്ട്. ഇങ്ങനെ 2 പാക്കറ്റ്, 2 കവറ്, ഇത് 2 എണ്ണം ഉണ്ട്. ഇതുപോലത്തെ 2 എണ്ണം അവനും ഉണ്ട്. പിന്നെ പരിപ്പും കടലയും എല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പം അതൊന്നും എക്സ്ട്രാ എടുത്തില്ല. അപ്പം ഞാൻ ഇതെല്ലാം തട്ടിക്കൂട്ടി ഇനി ഫ്രിഡ്ജിലേക്ക് കയറ്റാനുള്ളത് കയറ്റിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പിന്നെ കാണാം. അങ്ങനെ കുളിയും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കുട്ടി വ്ളോഗ് എൻഡ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.